ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യമ്മ പറഞ്ഞത് കേട്ട് വിഷ്ണു ആ ഹോസ്പിറ്റലിൽ വന്ന മറ്റൊരു ഗർഭിണിയുടെ ആ റിപ്പോർട്ട് മനഃപൂർവ്വം മോഷ്ടിച്ചുകൊണ്ട് വരുന്നു. അതുമായി സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയതിനു ശേഷം സത്യാമ്മയോട് പറഞ്ഞു, വാമ്മേ നമുക്ക് പോകാം, എത്രയും വേഗം പോയി നമുക്കിത് ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യാമ്മയോട് വരാനായി പറയുന്നു. ഇത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, വേണ്ട, അത് ശരിയാവില്ല, ഇപ്പൊ തന്നെ നമുക്ക് ഈ റിപ്പോർട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യാമ്മ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ റിപ്പോർട്ട് പിടിച്ചു വാങ്ങിച്ചു. ആ റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കുമ്പോൾ ശാലിനി ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അറിയാതെ ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മയോട് വിഷ്ണു വെറുതെ കളവ് പറഞ്ഞത് കൊണ്ട് ഇനി റിസൾട്ടിനകത്ത് ആരുടെ പേരായിരിക്കും എന്നതായിരുന്നു ശാലിനിയുടെ ടെൻഷൻ. അപ്പോഴേക്കും ആ റിസൾട്ട് പെട്ടെന്ന് സത്യാമ്മ നോക്കിയതും, അയ്യോ, ഇതിൽ ശാലിനിയുടെ പേരിലല്ലോ എന്നായിരുന്നു സത്യാമ്മയുടെ ചോദ്യം. ഇതോടെ എല്ലാം അവസാനിച്ചു എന്നോർത്തുന്ന ശാലിനി ഭാഗ്യം, തൽക്കാലം പേരിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് പാവം ശാലിനി അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാലേ ഇക്കാര്യത്തിനായി എത്തിയതുമാണ്, അതുകൊണ്ട് തന്നെ ഇനി ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഉടനെ വിഷ്ണു പറഞ്ഞു, അയ്യോ, ഈ റിസൾട്ടിന്റെ ബാക്കി ഫയലുണ്ടല്ലോ, ആ ഫയലിനകത്തുള്ള റിപ്പോർട്ട് കാണും പേര് എന്ന് വിഷ്ണു വേഗം മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് കേട്ട് സത്യാമ്മ ചോദിച്ചു, ഫയലിനകത്തോ, അതേത് ഫയല് എന്ന് അതിശയത്തോടെ സത്യാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതല്ല, ഇനിയിപ്പോ ഉള്ള റെക്കോർഡ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ശാലിനിയുടെ പേരിലുള്ള ആ ഒരു ഫയലിലാണല്ലോ, അപ്പൊ പിന്നെ ആ ഫയലിൽ പേരുണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വിഷ്ണു സത്യാമ്മയോട് പറയുമ്പോൾ അത് കേട്ട് സത്യാമ്മ, ഓ, അത് ശരി തന്നെയാ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് സത്യാമ്മയെ സമ്മതിച്ചു. എന്നാ നമുക്ക് പോകാമോ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെക്കുമ്പോ സത്യാമ്മ പറഞ്ഞു, വേണ്ട, എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, ഇനി ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഫുൾ ചെക്കപ്പ് നടത്താം, അതാ വേണ്ടത് എന്ന് സത്യാമ്മ നിർബന്ധം പിടിച്ചു. അത് കേട്ടതോടെ വിഷ്ണു ആകെ ടെൻഷനിലായി. ദൈവമേ, ഇനി എന്ത് പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടും? അമ്മ എന്തായാലും ഈ ടെസ്റ്റ് നടത്താതെ ഇനി അമ്മ പോകില്ല. ഫുൾ ചെക്കപ്പ് നടത്തി അതിന്റെ റിസൾട്ട് വാങ്ങിച്ച് അമ്മ പോകാൻ തയ്യാറാകൂ എന്നുള്ള ആ ടെൻഷനിലായി വിഷ്ണു. അപ്പോഴേക്കും അവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറുടെ അരികിൽ കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ എടുത്തു നോക്കി ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു, അയ്യോ, ഈ റിപ്പോർട്ട് വെച്ച് ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. അത് ആ പെൺകുട്ടിയോടും അവളുടെ ഹസ്ബൻഡിനോടും തുറന്നു പറയണല്ലോ എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ട നേഴ്സ് പറഞ്ഞു, അയ്യോ ഡോക്ടർ, അങ്ങനെ ദയവ് ചെയ്ത് പറയരുത് അവരോടിപ്പം. അവര് വളരെയേറെ പ്രതീക്ഷയോടെ വന്നതാണ്. അത് മാത്രമല്ല, എനിക്കറിയാവുന്നതാണ് ഡോക്ടർ അവരെ. അവര് എൻ്റെ അടുത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിനടുത്തുള്ള ആളുകളായതുകൊണ്ട് ആ ചേച്ചിയുടെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ടറിയാം. മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് തന്നെ ഒരു പേരക്കുട്ടിയെ താലോലിക്കാൻ വേണ്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഒരമ്മയാവാൻ അറിയില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള ആ സത്യം അറിയുന്ന നിമിഷം ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കിയേക്കും. അവളോട് വല്ലാത്ത വിരോധവും തോന്നിയേക്കും. അതുകൊണ്ട് ദയവേത് അവരുടെ മനസ്സ് തകരുന്ന രീതിയിൽ ഒന്നും ചെയ്യല്ല വേണം എന്ന് പറയുന്നത് കേട്ട് ഡോക്ടർ പറഞ്ഞു, എന്ന് വെച്ച് എനിക്കെന്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേഗം സത്യാമ്മ അവിടേക്ക് കയറി വന്നത്. മേഡം, ഈ റിപ്പോർട്ട് എൻ്റെ മരുമകളുടെയാണ്, പക്ഷേ ഇതിനകത്ത് അവളുടെ പേരില്ല എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കിയതും, അല്ല, ഏതാ നിങ്ങളുടെ മരുമകൾ എന്ന് ചോദിച്ചു. ഇതാണ് മേഡം, ഇത് ശാലിനി എന്നാ പേര് എന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയെ പരിശോധിച്ചായിരുന്നോ എന്ന് ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു. ഉടനെ വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അമ്മ, അത് ഈ ഡോക്ടറല്ല. പെട്ടെന്ന് സത്യാമ്മ ആകെ ടെൻഷനിലായി. അമ്മേ, ഇവിടെ വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടറെ നോക്കിയത് വേറെ ഡോക്ടറിലായിരുന്നു മേഡം, അല്ലെ, കുറച്ചു മുമ്പ് വേറെ ഡോക്ടറിലായിരുന്നു ഇവിടെ എന്ന് ഡോക്ടറെ നോക്കി വിഷ്ണു സംശയത്തോടെ ചോദിക്കുന്നു. ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്, ഈ കുട്ടിയെ പരിശോധിക്കണോ എന്ന് ചോദിച്ചതും ഉടനെ സത്യാമ്മ പറഞ്ഞു, എല്ലാ ചെക്കപ്പും നടത്തണം മേഡം. ശരി, ഞാൻ എല്ലാം നോക്കിക്കോളാം. എന്തായാലും നിങ്ങളെല്ലാം ഒന്ന് പുറത്തു വെക്ക് എന്ന് ഡോക്ടർ അവരോടെല്ലാവരോടുമായി അറിയിച്ചു. ഉടനെ തന്നെ ശാലിനിയും വിഷ്ണുവിനും മാത്രം നിർത്തി സത്യാമ്മ രോഹിത്തിനെയും ശ്യാമയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സത്യാമ്മ അവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഡോക്ടറുടെ മുന്നിൽ നിന്ന് എന്ത് പറയണമെന്നറിയാതെ വിഷ്ണു ആകെ ടെൻഷനിലായി. ഈ സമയത്ത് സത്യാമ്മ രോഹിത്തിനെയും ശ്യാമയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രോഹിത്തും ശ്യാമയും ആകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. സത്യാമ്മ ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നറിയാനായി, എന്തൊക്കെയായിരിക്കും ഇനി ഇവിടെ സംഭവിക്കുക എന്ന് ആദ്യമായിരുന്നു രോഹിത്തിന്റെയും ശ്യാമയുടെയും മനസ്സിൽ. അവർ ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട് സത്യാമ്മ പറഞ്ഞു, നിങ്ങൾ വാ, ഇവിടെ വന്നിരിക്കേ. എന്നിട്ട് അവരാകെ സംശയത്തോടെ നിൽക്കുമ്പോൾ, നിങ്ങളോടല്ലേ പറഞ്ഞേ, ഇവിടെ വന്നിരിക്കേ എന്ന് വീണ്ടും സത്യാമ്മ നിർബന്ധിച്ചു. ഉടനെ രോഹിത്ത് അപ്പുറത്തെ ബെഞ്ചിലും സത്യാമ്മയുടെ ആ ബെഞ്ചിൽ അങ്ങറ്റത്തായി ശ്യാമയും ചെന്നിരുന്നു.
ഉടനെ സത്യാമ്മ വലിയ സന്തോഷത്തോടെ ശ്യാമയെ നോക്കി പുഞ്ചിരിച്ചു. ഈ സമയത്ത് അവിടേക്ക് ഇറങ്ങി വന്ന വിഷ്ണു ആകെ ടെൻഷനിലായി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? തനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് രോഹിത്തിനെ നോക്കി വിഷ്ണു ആക്ഷൻ കാണിച്ചു. അപ്പോഴേക്കും സത്യാമ്മ വളരെ സന്തോഷത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു വല്ലാതെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. വിഷ്ണു തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വല്ലാതെ ആദി പിടിച്ചു നടക്കുന്നത് കണ്ട് സത്യാമ്മ ചോദിച്ചു, എന്താടാ, എന്താ പറ്റിയത്? ഈ സമയത്ത് ശാലിനിയെ ഡോക്ടർ പരിശോധിച്ചു. അപ്പോഴേക്കും അവരുടെ കയ്യിൽ കിട്ടിയ ആ റിപ്പോർട്ട് എടുത്ത് നോക്കി. ഉടനെ ഇത് കുട്ടിയുടെ റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചതും അതെ എന്ന് ശാലിനി കളവ് പറഞ്ഞു. ഉടനെ തന്നെ കുട്ടിയുടെ പേര് ശാലിനി തന്നെയല്ലേ എന്ന് അന്വേഷിച്ചു. അതെ എന്ന് ശാലിനി മറുപടി പറഞ്ഞു. ഉടനെ തന്നെ ആകെ സംശയത്തോടെ ഡോക്ടർ ചോദിച്ചു, അതെ, കുട്ടി കുറച്ചു മുമ്പ് ഇവിടെ ആരോ നോക്കിയെന്ന് കുട്ടിയുടെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ. പക്ഷെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എൻ്റെ ക്യാബിനാണ്. ഈ ക്യാബിനിൽ ഇന്നേവരെ മറ്റൊരു ഡോക്ടർ വന്നിരുന്നിട്ടില്ല. അതറിയുമോ എന്ന് ചോദിച്ചത്. ഉടനെ ശാലിനി ആകെ ടെൻഷനോടെ ഡോക്ടറെ നോക്കി. ഉടനെ ഡോക്ടർ പറഞ്ഞു, കിടന്നോളൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ശാലിനിയോട് കിടക്കാനായി അറിയിച്ചു. ശാലിനി കിടന്നതും ഡോക്ടർ വീണ്ടും ചെക്കപ്പ് ചെയ്തു. ഈ സമയത്ത് വിഷ്ണു ആകെ ടെൻഷനോടെ നടക്കുന്നത് സത്യാമ്മ കാണുന്നു. ഉടനെ തന്നെ സത്യാമ്മ എന്താ കാര്യം എന്നറിയാനായി നോക്കുമ്പോൾ ശാലിനിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ തന്റെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് നോക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു വല്ലാത്ത ടെൻഷനിലായി. ഇനി എന്താ സംഭവിക്കുക എന്നോർത്ത് തലയെല്ലാം വല്ലാതെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന വിഷ്ണുവിനെ കണ്ട് സത്യാമ്മ ചോദിച്ചു, എന്താടാ, എന്താ നിനക്ക് കുഴപ്പം? ഉടനെ വിഷ്ണു പറഞ്ഞു, അത് പിന്നെ അമ്മേ, ടെൻഷൻ. ഈ സമയത്ത് ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന ടെൻഷനില്ലേ, ആ ടെൻഷൻ എന്ന് വിഷ്ണു പറഞ്ഞത് കേട്ട് സത്യാമ്മയ്ക്ക് ആകെ ചിരി വരുന്നു. സത്യാമ്മ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത്തും ശ്യാമയും ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് തന്നെ വിഷ്ണുവിനെയും നോക്കി. എല്ലാവരും ആകെ ആദ്യ പിടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തോടെ എല്ലാം തീരും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് ശാലിനിയുടെ കൂടെ വന്ന ആളുകൾ കയറി വരാൻ പറഞ്ഞു, ഡോക്ടറെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞതും വിഷ്ണു എടുത്ത് പിന്തിരിച്ചു നോക്കി, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോഴേക്കും നേഴ്സ് ചോദിച്ചു, അല്ല, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചാ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യാമ്മ വേഗം എഴുന്നേറ്റ് പോകുന്നു. ഉടനെ രോഹിത്ത് വിഷ്ണുവിനോട് പറഞ്ഞു, ചെല്ല്, ഇനി എന്താ നടക്കുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം സത്യാമ്മയുടെ പിന്നാലെ ഓടി. ഈ സമയത്ത് അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നറിയാതെ ശ്യാമ എങ്ങനെ ഇരിക്കുന്നത് കണ്ട് രോഹിത് അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ശ്യാമേ, എഴുന്നേറ്റ് പാടോ, എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ എന്ന് രോഹിത് ശ്യാമയോട് അറിയിച്ചു. അപ്പോഴേക്കും ശാലിനിയുടെ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം കിട്ടിയതിന് ശേഷം ശാലിനിയെ പരിശോധിച്ച് കഴിഞ്ഞ് ഡോക്ടർ ശാലിനിയെ എല്ലാം ചെക്കപ്പ് ചെയ്തതിൻ്റെ വിവരങ്ങൾ പറയാൻ സത്യാമ്മയെ വിളിച്ചത്. വിഷ്ണു വേഗം സത്യാമ്മയുടെ പിന്നാലെ ഓടി വരുമ്പോൾ ഡോക്ടർ എന്ത് പറയുന്നുള്ള ആശങ്കയിൽ മുന്നിലേക്ക് വന്നതും ഉടനെ തന്നെ സത്യാമ്മ അകത്തേക്ക് വരുന്ന സമയത്ത് വിഷ്ണു സത്യാമ്മ ചെന്ന് തട്ടുന്നു. എന്താടാ ഇത് എന്ന് ചോദിച്ചത്. അത് പിന്നെ ടെൻഷൻ, അമ്മ ഇങ്ങോട്ടിരിക്കുക എന്ന് പറഞ്ഞ് ആ ചെയർ വലിച്ചിട്ട് സത്യാമ്മ അവിടെ ഇരുത്തി. ഉടനെ ഡോക്ടർ പരിശോധിച്ചിട്ട് ചോദിച്ചു, ശാലിനിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞതും എല്ലാവരും ആകെ ടെൻഷനിലായി. പെട്ടെന്ന് ഡോക്ടർ പോസിറ്റീവ് ആണെന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ രോഹിത്തും ശ്യാമയും ആകെ ഞെട്ടി. സത്യാമ്മ വളരെ സന്തോഷത്തിലായി. വിഷ്ണു വലിയ വായിൽ ചിരിക്കാൻ തുടങ്ങി. ശാലിനിയെ ചേർത്ത് പിടിച്ച് വിഷ്ണു വലിയ സന്തോഷം നടിക്കുമ്പോൾ ശാലിനി എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു നോക്കുന്നു. വിഷ്ണു പറഞ്ഞു, കണ്ടോ, ഹായ്, എന്തൊരു സന്തോഷം അല്ലേ എന്തെല്ലാം ചോദിച്ചു വിഷ്ണു വല്ലാത്ത സന്തോഷം അഭിനയിക്കുമ്പോൾ രോഹിത്തിനും ശ്യാമയ്ക്കും എന്തൊക്കെയാ നടക്കുന്നതെന്ന് വിശ്വസിക്കാനാകാതെ അവരങ്ങനെ നിന്നു. അപ്പോഴാണ് വിഷ്ണുവിനെയും ശാലിനിയെ മാത്രം നിർത്തി ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങി പോകാനായി പറയുമ്പോൾ നേഴ്സുമാരോട് ശാലിനിയെ ഈ പേഷ്യന്റിനെ ആ ബെഡിലേക്ക് കിടത്താൻ പറഞ്ഞ് ഡോക്ടർ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാൻ നേഴ്സിനോട് പറഞ്ഞു. ഈ സമയത്ത് ഡോക്ടർ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് കിട്ടിയ തക്കത്തിന് വിഷ്ണു വേഗം ഡോക്ടറോട് പറഞ്ഞു, അതെ ഡോക്ടർ, ശാലിനി പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഡോക്ടർ ആകെ അതിശയത്തോടെ നോക്കി. താൻ എന്താണ് പറയുന്നത്? അതെ ഡോക്ടർ, ഒരു ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു തൻ്റെ കയ്യിലിരുന്ന കുറച്ച് പണം എടുത്ത് ഡോക്ടറുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഡോക്ടർ അത് കണ്ടിട്ട് താൻ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഡോക്ടർ, കൂടുതലൊന്നുമില്ല, എൻ്റെ അമ്മയെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അമ്മ സത്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവിടെ ആരെയും വെച്ചേക്കില്ല. അതുകൊണ്ട് ദയവേത് ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു സഹായം, യാതൊരു കുഴപ്പമുണ്ടാകുന്നതല്ലല്ലോ, ഒരവസരം പ്ലീസ് ഡോക്ടർ എന്ന് പറഞ്ഞ് പതുക്കെ ഡോക്ടറുടെ ആ ക്യാബിൻ്റെ മണ്ടയിലേക്ക് ആ ഫയലിൻ്റെ മുകളിലേക്ക് ആ തുക വെച്ചിട്ട് വേഗം വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു, സാരമില്ല മേഡം, മേഡം അത് എടുത്തോ,
ഓ, വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ മേഡം, ചെയ്തതില്ലാത്തൊരു ഉപകാരമല്ലേ എന്ന് നേഴ്സ് പറഞ്ഞു. അത് കാരണമാണ് ഡോക്ടർ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നുള്ള സന്തോഷത്തിൽ വിഷ്ണു ശാലിനിയെയും ഡോക്ടറെയും എല്ലാം മാറി മാറി നോക്കുമ്പോൾ അവിടെ നടക്കുന്ന നാടകം കണ്ട് വിശ്വസിക്കണോ, ഇത് കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ ശ്യാമയും രോഹിത്തും നിൽക്കുന്നു. അപ്പോഴേക്കും സത്യാമ്മ വലിയ സന്തോഷത്തിലായി. താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞ് സത്യാമ്മ വേഗം എഴുന്നേറ്റു. എന്നിട്ട് അരികിൽ നിന്ന് വിഷ്ണുവിനോട് പറഞ്ഞു സത്യാമ്മ, മാറി നിൽക്കടാ അങ്ങോട്ട്. അങ്ങനെ വിഷ്ണുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞ് വിഷ്ണുവിന്റെ അരികിൽ നിന്ന് ശാലിനിയെ മാറ്റി നിർത്തിയിട്ട് സത്യാമ്മ അരികിലേക്ക് ചെന്ന് ശാലിനിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. എന്റെ പൊന്നാ നീ, എന്റെ തങ്കം, എന്റെ എന്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എന്ന് സത്യാമ്മ ശാലിനിയെ നോക്കി പറഞ്ഞു. അങ്ങനെ വലിയ സന്തോഷം സത്യാമ്മ ശാലിനിയോട് തന്റെ ആ മനസ്സ് നിറഞ്ഞുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചു. ഇനി ബാ, പതുക്കെ വാ എന്ന് പറഞ്ഞ് എങ്ങും തട്ടാതെ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സത്യാമ്മ. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ശാലിനിയെ സത്യാമ്മയോട് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ വിഷ്ണുവിനെ നോക്കി രോഹിത് എന്താണോ ഇത് എന്നുള്ള രീതിയിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് എല്ലാവരും പോയെന്ന് ഉറപ്പായതോടെ വിഷ്ണു വേഗം ഡോക്ടറുടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഡോക്ടർ വളരെയേറെ സന്തോഷമുണ്ട്, നന്ദി, ഒരു കാലത്ത് ഞാൻ ഇത് മറക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർക്ക് ആകെ അതിശയമായി. എടോ ഒരു കാര്യം എന്ന് പറഞ്ഞു ധൃതി പിടിച്ച് പോകാൻ ഒരുങ്ങിയ വിഷ്ണു ആ ചെയറിലേക്ക് വീഴുന്നു. ഉടനെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഡോക്ടർ ഇനി ഒന്നും പറയണ്ട, ഡോക്ടറെ ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതെ, ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ, എൻ്റെ അമ്മയാണ് ആള്, അതെ, കാണുന്ന പോലെ ഒന്നുമല്ല, പുലിയാണ് പുലി എന്ന് പറഞ്ഞ് വിഷ്ണു ചാടത്തുള്ളി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, ഓ, അയാൾ പറയുന്ന പോലും കേൾക്കാൻ നിന്നില്ലല്ലോ. അപ്പോഴേക്കും നേഴ്സ് ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ കാര്യം? ഉടനെ ഡോക്ടർ പറഞ്ഞു, എടോ, അയാള് വെറുതെ എനിക്ക് പണം തന്ന എന്റെ കാര്യത്തിനാ. അയാളുടെ ഭാര്യ ശരിക്കും ഗർഭിണിയാണ്. ആ സന്തോഷ വാർത്ത പറഞ്ഞ് അയാളെ ഞാൻ കൺഗ്രാറ്റ്സ് ചെയ്യേണ്ടതല്ലേ? അതിനു മുമ്പ് അയാൾ ദേ ഓടിപ്പോയിരിക്കുന്നു. ഉടനെ അയാളെ തിരികെ വിളിക്കണം മേഡം എന്ന് ആ നേഴ്സ് ചോദിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ആ, വിളിക്ക്, അയാളോട് പറയണല്ലോ കാര്യം. അപ്പോഴേക്കും പെട്ടെന്ന് നേഴ്സ് ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഡോക്ടർ, അത് വേണോ? അയാളോട് ഇക്കാര്യം പറയണോ? ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്ന ഈ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അത് എനിക്ക് തന്നേക്ക് മേഡം. എൻ്റെ വീട്ടുകാര്യത്തിനാണ് മേഡം. എൻ്റെ കുട്ടികളെ സ്കൂളിൽ ചേർത്തിരിക്കുകയാണ്. ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നും ആകില്ല. അതുകൊണ്ട് ഇതെനിക്ക് താ മേഡം. എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിന് ഉപകരിക്കുമല്ലോ. പിന്നെ ഇത് ഒരിക്കലും ഒരു കാലത്തും ഒരു കുഴപ്പവും വരാത്ത ഒരു കാര്യമല്ലേ മേഡം. എന്തായാലും അയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുത്തു. അത് സത്യവുമാണ്. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും മേഡത്തിന് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് ഡോക്ടർ എന്ത് പറയണമെന്നറിയാതെ ആ നേഴ്സിനെ നോക്കി. അപ്പോഴാണ് സരളയും സുസ്മിതയും കൂടി തിരികെ വന്നുകൊണ്ടിരുന്നത്. ഓട്ടോയിലുള്ള യാത്രയിൽ വല്ലാതെ നടുവേദനിക്കുന്നത് കൊണ്ട് സരള സുസ്മിതയോട് പറഞ്ഞു, ഈ ഓട്ടോ യാത്ര ചെയ്ത് എന്നെ നടുവല്ലാതെ വേദനിക്കണേ. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, പിന്നെ എന്റെ ജീവിതമേ തകർന്നു, അപ്പോഴാ ഇനി അമ്മയുടെ ഒരു നടു. അങ്ങനെ പറഞ്ഞ് അവർ വീട്ടുമുറ്റത്തേക്ക് വന്ന് ഇറങ്ങിയതും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഓട്ടോറിക്ഷക്കാരൻ കൂലി പറഞ്ഞത് കേട്ട് സർല ചോദിച്ചു, ഇത് ഭയങ്കര കൂടുതലാണല്ലോടോ. അപ്പോഴേക്കും ഉടനെ അദ്ദേഹം ചോദിച്ചു, അല്ല, ഇവിടെ വണ്ടി കിടപ്പുണ്ടായിരുന്നല്ലോ, എന്താ എടുത്തോണ്ട് പോകാഞ്ഞത്? അപ്പോൾ പെട്രോൾ ചെലവാകും അല്ലേ എന്ന് അയാൾ മറുപടി ചോദിച്ചു. മറുപടി പറഞ്ഞതും സർല ആകെ നാണം കെട്ടു. സർല പിന്നെ ഉടനെ തന്നെ അയാൾക്കുള്ള പണം കൊടുത്തതിന് ശേഷം വേഗം നോക്കുമ്പോൾ ദൈവമേ, നമ്മുടെ വണ്ടി കിടക്കുന്നു. അത് കണ്ടതും ശരിയാണല്ലോ, ഇതാരുടെ കൊണ്ടിട്ടു എന്ന് സർല ആകെ സംശയിച്ചു. അപ്പോഴാണ് സുസ്മിത വീട്ടിലേക്ക് നോക്കിയത്. ദൈവമേ, വീട് തുറന്നു കിടക്കുന്നു. ഉടനെ സർല പറഞ്ഞു, ആഹാ, ഇതാരാ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സർല വേഗം അകത്തേക്ക് കയറാൻ ചെല്ലുമ്പോൾ വേഗം തന്നെ സുസ്മിത സർലയെ പിടിച്ചു നിർത്തി. അമ്മ എങ്ങോട്ടേ പോണേ? അവിടെ നിൽക്ക്. അതിന് വല്ലോ ഗുണ്ടകളോ വല്ലതും വീട് കയറി അകത്ത് കയറിയതാണെങ്കിലോ അമ്മയെ സൂക്ഷിക്കണം. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാനാവില്ല. അപ്പോഴേക്കും സർല പറഞ്ഞു, പിന്നെ ഈ പട്ടാപ്പകല് സരളയുടെ വീട്ടിൽ കയറാൻ മാത്രം ധൈര്യമുള്ള ആ കള്ളൻ ആരാ? എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സരളയും സുസ്മിതയും വീടിനകത്തേക്ക് കയറി ചെന്നു. അപ്പോഴാണ് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീപിനെ കണ്ടത്. ജഗദീപ് രണ്ടുപേരെയും കണ്ടതോടെ ചോദിച്ചു, ആഹാ, രണ്ടുപേരും വന്നോ? എവിടായിരുന്നു ഇത്രയും നേരം? അപ്പോഴേക്കും സരള വല്ലാതെ പല്ല് ചെടിക്കുന്നത് ജഗദീപ് കണ്ടു. ഉടനെ തന്നെ ജഗദീപ് ചോദിച്ചു, അതെ, പല്ല് ചെരിക്കൊന്നും വേണ്ട, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലപ്പേരാണെങ്കിൽ പറയണ്ട എന്ന് ജഗദീപ് അറിയിച്ചു. ഇതെല്ലാം കേട്ടതും കലിയോടെ സരളയും സുസ്മിതയും നോക്കുമ്പോൾ ഉടനെ ജഗദീപ് പറഞ്ഞു, അതെ, വിവാഹം കഴിഞ്ഞാലേ എനിക്ക് ഒരു ബിരിയാണി തിന്നണം എന്നുള്ളത് വലിയ ആഗ്രഹമുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴുണ്ട് ചിക്കൻ ദാ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാന്ന് ഞാനങ്ങ് കരുതി. പിന്നെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ,
ബിരിയാണി റൈസ് മുതൽ കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബിരിയാണി തയ്യാറാക്കേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടുത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരോടും നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല കേട്ടോ എന്ന് ജഗദീപ് അറിയിച്ചു. അപ്പോഴേക്കും സരളയും സുസ്മിതയും മറുപടി ഒന്നും പറയാതെ കലിയോടെ നോക്കുമ്പോൾ ഉടനെ ജഗദീപ് പറഞ്ഞു, അയ്യോടാ, നിങ്ങൾക്ക് വേണമായിരുന്നോ? ഞാൻ ഒരാൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണെങ്കിൽ തീരുകയും ചെയ്തല്ലോ. ഇനി ചിക്കൻ്റെ 1, 2 കഷ്ണമേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇതാ ഇത്രേ ഉള്ളൂ, ഇത് ഷെയർ ചെയ്തു, ബാ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് ജഗദീപ പ്ലേറ്റ് കാട്ടി അവരെ വിളിച്ചു. അപ്പോഴേക്കും സുസ്മിതയും സരളയും ഷേ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുമ്പോൾ ജഗദീപ് പറഞ്ഞു, വേണ്ടയ്ക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജഗദീപ് അത് കഴിക്കുന്നു. ഈ സമയത്ത് ജഗദീപിനോട് സരള ചോദിച്ചു, അല്ല, നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഞാൻ എന്തിനാണ് കാറുമായിട്ട് അവിടെ നിന്ന് പോയതെന്ന്, അതല്ല നിങ്ങളിപ്പോൾ ഓർക്കുന്നത് എന്ന് ജഗദീപ് സരളയുടെ നോട്ടം കണ്ടതോടെ അങ്ങോട്ട് ചോദിച്ചു. അപ്പോഴേക്കും സരള മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ ജഗദീപ് പറഞ്ഞു, അതെ, അതിന് കാരണമുണ്ട്. ചില സാഹചര്യത്തിലേ സത്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും അത് മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ തയ്യാറായെന്ന് വരില്ല. തടി നമ്മുടെയാണല്ലോ. അതുകൊണ്ട് അവരുടെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തടിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കള്ളവും പറഞ്ഞിട്ടില്ലെന്നേ. ചിറക്കൽ രാമചന്ദ്രന്റെ മകൻ തന്നെയാണ് ഞാൻ. അതെ, തോപ്രാംകുടിക്ക് തോപ്പും പടിക്കടുത്ത് അവിടെ ആ ചിറയുടെ സൈഡിലായിട്ട് ഓലമണ്ടലം ഇങ്ങനെ വലിച്ചു കെട്ടി ഓലപ്പുര ഉണ്ടാക്കി വെച്ച് അവിടെ കഴിയുന്ന രാമചന്ദ്രന്റെ പേരും ചിറക്കൽ രാമചന്ദ്രൻ തന്നെയാണ്. അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചതും സുസ്മിതയ്ക്കും സരളയ്ക്കും ആകെ നാണക്കേടും ദേഷ്യവും ഒക്കെ തോന്നുന്നു. അപ്പോഴേക്കും ഉടനെ ജഗദീപ് പറഞ്ഞു, പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നതിന് കാരണം പറഞ്ഞല്ലോ. ഇന്നത്തെ എനിക്കാണെങ്കിൽ അങ്ങനത്തെ ചില അനുഭവങ്ങളും ഉണ്ടേ. ഇന്നത്തെ ദിവസം വെറുതെ എന്നെ തടി കേടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുസ്മിനോടൊപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടതല്ലേ. ഉടനെ സുസ്മിന ഞെട്ടലോടെ സരളയെ നോക്കി. ഉടനെ ജഗദീപ് പറഞ്ഞു, അയ്യോ, ഒരു തിരുത്തുണ്ട് കേട്ടോ, ഫസ്റ്റ് നൈറ്റ് അല്ല, സെക്കൻഡ് നൈറ്റ്. അങ്ങനെ നാണത്തോടെ ജഗദീപ് പറയുന്നത് കേട്ട് സരള കലിയോടെ നോക്കി. ഉടനെ ജഗദീപ് ഭക്ഷണം എല്ലാം കഴിച്ചു തീർത്തിട്ട്, ഇപ്പോഴൊരു ആശ്വാസമായത് എന്ന് പറഞ്ഞ് ഏമ്പക്കം വിട്ടു. അതെ, ഞാൻ പോയി ഒന്ന് കൈ കഴുകിയിട്ട് വരാവേ. സുസ്മിത, ഈ പ്ലേറ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജഗദീപ് കൈ കഴുകാനായി പോകുന്നു. ഈ കാഴ്ച കണ്ട് സുസ്മിത സരളയോട് ചോദിച്ചു, അമ്മ എന്തെങ്കിലും ഒന്നും വിടാതെ നിൽക്കുന്നത്? ഉടനെ ജഗദീപ് വേഗം അവർക്ക് അരികിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, അതെ, ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലേ ഒന്ന് മയങ്ങുന്നത് എൻ്റെ ഒരു ശീലമാണ്. ഞാനതുകൊണ്ട് റൂമിലേക്ക് പോവുകയാണേ എന്ന് പറഞ്ഞ് അവിടെ എടുത്തു വെച്ചിരുന്ന ആ മാല വേഗം തന്നെ കഴുത്തിലേക്ക് എടുത്തിട്ടു. ആ മാല, കല്യാണപ്പയ്യനാണല്ലോ ഞാൻ എന്ന് പറഞ്ഞ് ആ മാല കൈ പിടിച്ചിട്ട് നാണത്തോടെ സുസ്മയെ നോക്കിയിട്ട് ചോദിച്ചു, പോരുന്നോ മയങ്ങാൻ എന്ന് സുസ്മിതയെ വിളിച്ച് ജഗദീപ് അന്വേഷിച്ചു. ജഗദീപിന്റെ ചോദ്യം കേട്ട് സുസ്മിത നല്ല ചീത്ത വിളിക്കുന്ന രീതിയിൽ കലിയോടെ നോക്കി മുഖം തിരിച്ചതും ഉടനെ ജഗദീപ് ആ മാലയും പിടിച്ചിട്ട് പറഞ്ഞു, ശരി, എന്ന് ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ഒരു സിനിമാ പാട്ടൊക്കെ മൂളിക്കൊണ്ട് ജഗദീപ് മുകളിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് സരളയോട് സുസ്മിത ചോദിച്ചു, അമ്മ ഇതെല്ലാം കണ്ടിട്ട് എന്താ ഒന്നും പ്രതികരിക്കാൻ നിൽക്കുന്നത്? ഉടനെ സരള പറഞ്ഞു, നമ്മൾ കരുതുന്ന പോലെയാണ് അല്ലടി അവൻ. അവൻ അതിനേക്കാളും മേലെയാണ് അവന്റെ നീക്കങ്ങൾ. അതുകൊണ്ട് അവനെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് അവനെ നേരിടേണ്ടത്. ഉടനെ സുസ്മിത പറഞ്ഞു, മാങ്ങാത്തൊലി, എൻ്റെ അമ്മയൊന്നും മിണ്ടാൻ നിർത്തുന്നുണ്ടോ? അമ്മയുടെ ഉപദേശവും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഇനി എനിക്ക് വേണ്ട. എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അമ്മയുടെ ഉപദേശവും ഇതുപോലുള്ള സാരോപദേശ കഥകളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായതെന്ന് പറഞ്ഞ് സുസ്മിത തുള്ളിച്ചാടിക്കൊണ്ട് പുറത്തേക്ക് പോകാനായി വാതിലിനരികിലേക്ക് എത്തി. ഈ സമയത്ത് ജഗദീപ് റൂമിലേക്ക് എത്തിയതും പാട്ടും പാടിക്കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ആ മാല നേരെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. സന്തോഷത്തോടെ ജഗദീപ് ആ ബെഡിലേക്ക് ചാടിക്കിടന്നു. അപ്പോഴേക്കും സരളയും സുസ്മിതയും കലിയോടെ മാറി നിൽക്കുമ്പോൾ സരള ജഗദീപ് കഴിച്ചു വെച്ചിട്ട് പോയ ആ പ്ലേറ്റ് അത് സുസ്മിതയോട് കഴുകാൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് ജഗദീപ് ആ ബെഡിലേക്ക് ചാടിക്കിടന്നിട്ട് പറഞ്ഞു, ഇതുവരെ ഉള്ളതെല്ലാം സക്സസ്. അതിനുശേഷം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ജഗദീപ് ആ ബെഡിൽ കിടന്ന് തുള്ളിച്ചാടുന്നു.